ഹേ ഗൈസ്, അപ്പോൾ iQ13 ഉണ്ടോ, ഇതാണ് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അഫോർഡബിൾ ഫോൺ കേട്ടോ. ഇതിന് മുകളിലും ഇത് ഈ റേഞ്ചിൽ തന്നെ വരുന്ന ഒരുപാട് ഫോൺസ് ഉണ്ട്. പക്ഷേ ഇതാണ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുക്കുന്ന ഓരോ രൂപയും പുറത്തായിട്ടുള്ള ഒരേ ഒരു ഫോൺ ഇതുണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകും. ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ iQ13 ബോക്സ് ഇട്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അത് പവർഫുൾ ബാഡ്ജിങ് ഓഫ് BMW. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് iQയും BMW ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിസൈൻ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ BMW ബാഡ്ജിങ് എടുത്തത്. മാത്രമല്ല നമ്മുടെ ഫോണും BMW ഈസ് ഫേമസ് ഫോർ ഇറ്റ് സ്പീഡ് പവർ. അപ്പോൾ അതേപോലെ നമ്മുടെ ഫോണും അത്രയും പവർഫുൾ എന്ന് കാണിക്കാൻ പറ്റുന്നുണ്ടോ ഈ ബാഡ്ജിങ് കൊടുത്തേക്കുന്നുണ്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 GB RAM 512 GB സ്റ്റോറേജ് വേരിയൻ്റ് ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സൊക്കെ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ബോക്സ് എടുക്കുക. തുറക്കുമ്പോൾ തന്നെ BMW കാറിൻ്റെ ഒരു ഫോട്ടോ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വേറെ മൂഡിലോട്ട് കേട്ടോ. നമ്മുടെ ഫോണിൻ്റെ ഒരു പെർഫോമൻസിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ കാറിൻ്റെ പടം കൊടുത്തത് കേട്ടോ. ഇത് നമ്മുടെ സിം എജക്ടർ ഇടുന്നു. പിന്നെ നമ്മുടെ ഇതിൻ്റെ കേസ് വയ്ക്കുന്ന ട്രൈ ഉണ്ടോ. കേസ് ഞാൻ ഓൾറെഡി അങ്ങ് എടുത്തു. പിന്നെ ഇതാ നമ്മുടെ USB പോർട്ട് C to C ഉണ്ടോ, കാരണം ഫാസ്റ്റാണ് അതുകൊണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഒരു 1.5 ടൺ ഒരു 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കേട്ടോ. ഇത് പിടിക്കുമ്പോൾ നമുക്ക് ഒരു പ്രീമിയം ക്വാളിറ്റിയും ഫീലും എല്ലാം അതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വേറെ ഫോണിലും ഇത് ചാർജ് ചെയ്യാം കേട്ടോ. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആകാനുള്ള മോഡെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫോണിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ iQ13 കേട്ടോ. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഗെയിം കളിക്കുന്ന ആളാണ്, BGMI ഒക്കെ കളിക്കുന്ന ആളാണ്, അവർക്കൊരു ഫോൺ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ iQ13 എന്ന് പറയാം. വേറെ ഫോൺ പറയാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 5 ദിവസമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് ഗെയിമിംഗ് വരെയായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഒരു എന്താ പറയുക, ഒരു ബട്ടർ സ്മൂത്ത്. അതായത് വെച്ചാൽ 120 FPS നമ്മുടെ BGMIക്ക് ഇടണമെങ്കിൽ അതിനകത്ത് 144 FPS നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഗെയിമിങ്ങിലെ ആ ഒരു എക്സ്ട്രാ ഒരു Q2 ചിപ്പ് കൊടുത്തിട്ട് അവിടെ കൊടുക്കുന്ന ഓപ്ഷൻ നോക്കാനാണെങ്കിൽ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. അത്രയും സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഫോണിൻ്റെ ഒരു ഇതിനകത്തോട്ട് വിടാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ 16 GB RAM 512 GB സ്റ്റോറേജ് എടുത്തേക്കാൻ കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 12 GB ഒരു 56 ആയാലും നമുക്ക് മതി. പിന്നെ ഇതെന്താ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്പൺ ദ ബോക്സ്, ഔട്ട് ഓഫ് ദ ബോക്സ് ഇറ്റ് സെൽഫ് ഇതിനകത്ത് UFS 4.1 സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത്. പിന്നെ നമുക്ക് നമ്മുടെ 12 GB വേരിയൻറ്റിലും UFS 4.1 തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു അപ്ഡേറ്റിന് ശേഷമാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ നിന്നില്ല. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ 16 GB വേരിയൻറ്റിലോട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60,000 കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേതിന് എത്രയാണ് 55 ഇതിനകത്തൊരു 4,500-5,000 രൂപ അത്ര കൂടുതലുള്ളൂ. പക്ഷേ ഇതിൻ്റെ എവറി റുപ്പീസ് സ്പെൻഡ് ഫോർ ദിസ് ഫോൺ ഈസ് വാല്യൂബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം വാല്യൂ ഫോർ മണിയാണ്. ഇതൊന്നും വേസ്റ്റ് ഇല്ല. കാരണം ഈ ഇത്രയും കൊടുത്തേണ്ട പൈസക്കുള്ള എല്ലാം നമ്മുടെ ഈ ഫോൺ തന്നിട്ടുണ്ടോ. ഇത് ഇതിനകത്ത് വരുന്ന ലെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മെഗാപിക്സലിൻ്റെ 3 ലെൻസ്, അതായത് അൾട്രാ വൈഡ് 50, പിന്നെ ടെലിസ്കോപ്പിൻ്റെ 50, അങ്ങനെ 3 ക്യാമറ. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 32 മെഗാപിക്സൽസ് ഉണ്ടോ. അതിനകത്ത് 4K 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 12 ഇങ്ങോട്ടേക്ക് അപ്ഗ്രേഡ് ആയിട്ട് വരുമ്പോൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6000 mAh ബാറ്ററിയാണ്. അത് മാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ് അതിനുള്ള നമുക്ക് ഈ ഫോൺ ഫുൾ ചാർജ് ആക്കാം. പിന്നെ ഗെയിമിംഗ് ഫോണാണല്ലോ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു 7K വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിനെ എത്ര വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 120 FPS സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവരും മേടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ഫോണായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ഹെർട്സിൻ്റെ ഫ്രെയിം റേറ്റിനകത്ത് നമുക്ക് 120 FPS കളിക്കാൻ പറ്റും BGMI. പക്ഷേ അത് അപ്ഗ്രേഡ് ചെയ്ത് 144 FPS വരെ നമുക്ക് ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നതായിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള കൂളിംഗ് സിസ്റ്റം ഫോണിനെ സ്ലൈറ്റ്ലി മാക്സിമം ഇത് വാം അയക്കാം. പക്ഷെ ഒരിക്കലും ഫോൺ ഹീറ്റ് ആവാതെ സൂക്ഷിക്കാനായിട്ട് ആ സമയം എന്ന് വെച്ചാൽ അത് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. അത് ഞാൻ ഒരു 3-4 ദിവസത്തെ എക്സ്പീരിയൻസിനുള്ള വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഞാൻ ഗെയിം പ്ലേ ആയിട്ട് BGMI കളിക്കാൻ കാണിച്ചിട്ട് കേട്ടോ. അതോടൊപ്പം ഫോണിലെ ഗെയിം പ്ലേ എന്ന് കാണിച്ചിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം പ്ലേ ആയിരിക്കും എല്ലാവരും മോസ്റ്റ്ലി നോക്കിയാണ് സംബന്ധിച്ചത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഫോൺ ഗെയിമിങ്ങിനാണ് ഈ ഫോൺ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിമിംഗ് ഒന്ന് കാണിച്ചിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എടുത്തുള്ള BGMI ഇടവായിക്ക് പിന്നെ ജിൻഷൻ ബാക്ട് എല്ലാം ഉണ്ട്. BGMI കാണിച്ചിട്ടുണ്ട്. BGMI ഒക്കെ തന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ കേട്ടോ. അപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന പെർഫോമൻസ് പാൻഡ് പിന്നെ ഗെയിം ടൂൾസ് കേട്ടോ. 2 ഓപ്ഷൻ വരും. അതിനകത്ത് തന്നെ കുറേ രണ്ടിലും അത് ഒരെണ്ണത്തിൽ തന്നെ ടൂൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, എക്സ്ട്രാ ഉണ്ടോ. അത് കാണാം ഇവിടെ നോക്കിക്കോട്ടോ. ഇപ്പോൾ ഞാൻ ഓൾറെഡി 120 FPS സെറ്റ് വെച്ചിരുന്നു. പിന്നെ നമുക്കിവിടെ കുറേ എക്സ്ട്രാ ഉണ്ട്. ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ, സ്ട്രെച്ച്, എന്താ പറയുക, കൺട്രോൾ സെറ്റിങ്സ്, വിഷ്വൽ എൻഹാൻസ്മെൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇമേജ് ക്വാളിറ്റി ട്യൂൺ ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഹയ്യർ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗെയിമിന് ഓൾറെഡി ഉള്ള ക്വാളിറ്റിനേക്കാളും പിക്ചർ ക്വാളിറ്റിയേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും ഫ്രെയിം റേറ്റ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട സൂപ്പർ റെസൊല്യൂഷൻ കൂട്ടും. അപ്പോൾ ഒറിജിനൽ ക്വാളിറ്റി, പിന്നെ ഹൈ ക്വാളിറ്റി, പിന്നെ അൾട്രാ ഹൈ ക്വാളിറ്റി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെന്തായാലും 120 FPS ഗെയിം ഇട്ട് കളിക്കുമ്പോൾ നമ്മൾ സ്മൂത്തിലായിരിക്കും പ്ലേ കിട്ടണത് ഗെയിം റൺ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഗ്രാഫിക്സ് വെച്ചിട്ട്
കുറച്ചുകൂടി എക്സ്ട്രാ ഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഗെയിമിനോട് എല്ലാ സംഭവം പിന്നെ ടച്ച് കൺട്രോളാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സൂപ്പർ ടച്ച് കൺട്രോളാണ്, കുറച്ചുകൂടി സ്മൂത്തറായിരിക്കും. നമ്മുടെ ഗെയിമിനകത്തുള്ളതിനേക്കാളും കുറച്ചുകൂടി ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിമിയൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജികളൊക്കെ ചെയ്ത് പോകണമെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തറാക്കാനുള്ള ഓപ്ഷനാണത്. പിന്നെ സൂപ്പർ ഗൈറോസ്കോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ എക്സ്ട്രാ 2-3 സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഗൈറോസ്കോപ്പിൻ്റെ സാധനത്തിനകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈറോസ്കോപ്പ് ഇട്ടിട്ട് നോർമലി ഉള്ളതിനേക്കാളും എക്സ്ട്രാ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ സ്വൈപ്പിൻ്റെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ട റെസ്പോൺസീവ്നെസ്, അങ്ങനെ കുറേ ഗെയിമിന് വേണ്ടി ചവർ കണക്കിന് കിടക്കട്ടെ. ഇപ്പോൾ നോക്കട്ടെ 142 FPS കിടക്കുന്നത്. പിന്നെ നമ്മൾ ഗെയിം കളിച്ചു തുടങ്ങുന്നതനുസരിച്ച് ഇത് 145 കണ്ടപ്പോൾ 145 പിന്നെ ഈ റിഫ്രഷ് റേറ്റ് താഴെ തന്നെ ഓപ്ഷൻ ഉണ്ട്, ഹൈ, സ്റ്റാൻഡേർഡ്, സ്മാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പവർ കൺസംഷൻ കുറച്ചുകൂടി കൂടുതൽ കിട്ടാനായിട്ട് വെച്ചാൽ അധികം പവർ കൺസ്യൂം ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഈ ടച്ച് സാമ്പിൾ റേറ്റ് എല്ലാം ഉണ്ട്. അവിടെ തന്നെ നെറ്റ്വർക്കിൻ്റെ സംഭവം എല്ലാം കാണാനും ഫുൾ സംഭവം. നമുക്ക് അവിടെ മെയിൻ സംഭവത്തിലോട്ട് നമ്മുടെ ഫ്രെയിം റേറ്റിലോട്ട് പോകാം. ഇപ്പോൾ കിടക്കുന്ന FPS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി 120 FPS സെറ്റ് ചെയ്ത് ഗെയിം കളിച്ചാണ്ടോ. ഇതിപ്പോൾ അവിടെ എക്സ്ട്രീം 90 FPS അവിടെ 120 ഇതേ അവിടെ നമുക്ക് കാണാം. ഇപ്പോൾ 100, 110, 15, 20, 120 ഇടാം. അപ്പോൾ അതാണ് എല്ലാവരും ഈ ഫോൺ മേടിക്കാനുള്ള മെയിൻ കാര്യം. 120 FPS വളരെ സ്മൂത്തായിട്ട് ഗെയിം പ്ലേ എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗെയിം പ്ലേ ആയിട്ട് കാണിച്ചിട്ട് ഞാൻ കളിക്കാൻ വെച്ചപ്പോൾ ഈ 2 vs 2 ജസ്റ്റ് ഒരു കാണിക്കാനായിട്ട്, മറ്റേ ഞാൻ ഫുൾ കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു ഇത് ബീറ്റ വെർഷനിൽ, ബീറ്റയാണ് BGMA തന്നെ ജസ്റ്റ് വോവിനകത്തുള്ള സാധനമുണ്ട്, നിങ്ങൾക്ക് കളിച്ചോട്ടെ. പക്ഷേ പ്രാക്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഒരു മോഡാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ഗെയിം പ്ലേ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും ലാഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് ഓൾറെഡി ഫോൺ ഇത് അതിൻ്റെതും രണ്ടും കൂടി ഒരുമിച്ചായതുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ നെറ്റ്വർക്ക് കുറച്ചുകൂടി ഇച്ചിരി ചെറിയ ശോകമുണ്ട്. എന്നാലും നിങ്ങൾ നോക്കാം കേട്ടോ. പയ്യെ സെറ്റ് ആയിക്കോളും, നമുക്ക് നോക്കാം. പിന്നെ അത്രത്തോളം ഇപ്പോൾ എനിമി ഓഫ്ലൈനായിരുന്നു. ജസ്റ്റ് വരട്ടെ കേട്ടോ, കാണിച്ചത്. ഗെയിമിൻ്റെ സൗണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, കണ്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിംഗർ അധികം എനിക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തൊടുത്ത് വിട്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പയ്യെ അങ്ങോട്ട് നമ്മൾ തെന്നിച്ച് വിട്ടായി, സംഭവം സെറ്റാട്ടോ. അതല്ല നമുക്ക് ഇനി ചിലർക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ആ സ്മൂത്ത്നെസ് കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം. അങ്ങനെ അതിനുള്ള എക്സ്ട്രാ ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് മറ്റേ മെയിൻ ഗെയിം പ്ലേ ആയിട്ട് കളിക്കാനാണെങ്കിൽ ഭയങ്കര ലാഗാവട്ടോ. ഞാൻ കളിക്കാൻ അപ്പോൾ നോക്കിക്കോ ജസ്റ്റ് കണ്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പകുതി നമ്മൾ ചെയ്യുക, പകുതി നമ്മുടെ ഫോൺ ചെയ്തതെന്ന് കുറച്ച് കേട്ടോ. പകുതി നമ്മുടെ സ്കില്ലും പകുതി നമ്മുടെ ഫോണിൻ്റെ പവറും വെച്ചിട്ട് നമുക്ക് കളി കഴിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രോ എനിമി വന്നാലും നമുക്ക് ഒട്ടും കളിക്കാൻ അറിയാത്തതിനാണെങ്കിൽ അത്യാവശ്യം നമുക്ക് തൂക്കാട്ടോ എല്ലാத்தைയും. പിന്നെ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാം. ലൈവ് സ്ട്രീം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബൈപ്പാസ് ചാർജ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബൈപ്പാസ് ചാർജിങ്ങുകളുണ്ട്. ചാർജിങ്ങൾ ഡയറക്റ്റ് പവർ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് പവർ, അപ്പോൾ ബാറ്ററിയിലെ പവർ അങ്ങോട്ട് പോയില്ല നോക്കട്ടോ. എനിമീസ് അത്ര സെറ്റല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നിങ്ങൾക്ക് കാണാം. ഓക്കെ കണ്ടോ, അപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തീർന്നു വിചാരിച്ചു, പക്ഷേ എനിക്കിങ്ങനെ ഞാൻ കൈയൊന്ന് കൊടുത്തു വിട്ടുള്ളൂ, അപ്പോഴേക്കും സെറ്റ് കേട്ടോ. ഗൈസ് അപ്പോൾ BGMA മാത്രമല്ല കേട്ടോ, അതിനേക്കാളും ടോപ്പ് നോച്ചായിട്ട് ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും കൂടുതൽ കളിക്കുന്ന ഒരു ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിം ആയിക്കോട്ടെ. അപ്പോൾ ജംഗ്ഷൻ ബാക്ക്, അപ്പോൾ ഞാൻ അതോടെ ഒന്ന് എടുത്ത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അതിനകത്ത് ഗ്രാഫിക്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞാൽ ജംഗ്ഷൻ ബാക്കിൽ ഇതിനകത്ത് ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി 30-35 അത്രയും മാക്സിമം വരുള്ളൂ. അപ്പോൾ നമുക്കിതിനകത്ത് ഗെയിം ഇൻ്റർപ്രലേഷൻ സെറ്റപ്പ് വെച്ചിട്ട് ഫ്രെയിം റേറ്റ് ഒക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്കത് എപ്പോഴും ഞാൻ ഓഫാക്കി ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഓഫാക്കിയ ടൈം എത്രത്തോളം ഫ്രെയിം റേറ്റ് അതിനകത്തുള്ളതെന്ന്. അവിടെ കാണും 31 FPS ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ Q2 ചിപ്പിൻ്റെ സംഭവം വെച്ചിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രെയിം ബൂസ്റ്റ് അടിച്ചു. ഇനി നിങ്ങൾ ഫ്രെയിം റേറ്റിലോട്ട് നോക്കിക്കോട്ടോ. ഗെയിം പ്ലേ സ്റ്റാർട്ടാകുമ്പോൾ കാണാം. ജസ്റ്റ് നോക്കിക്കോ, കണ്ട 143, 145 നമുക്ക് ഈ സമയം പുഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ BGMA മാത്രമല്ല ഏത് ഗെയിം എടുത്താലും കുറവുള്ള ഗ്രാഫിക്സ് കൂട്ടാം, അതുപോലെ സെറ്റ് ചെയ്യാം, അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാം പക്കാ സ്മൂത്തായിട്ട്. എനിക്ക് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് അത്ര സുഖമല്ല, അതുകൊണ്ട് ചെറിയൊരു ഇതുപോലെ തോന്നുന്നുണ്ട്. ബാക്കിയൊന്നും ഗെയിം പ്ലേ ഫുൾ കളിക്കുന്ന പട്ട സ്മൂത്താണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കളർ ഗ്രേഡിങ് കൂടിയും ചെയ്ത് ഒരു HDR മോഡ് പോലെ ഒരു ഇമേജ് ക്വാളിറ്റി കൂടി അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി ഇതിനകത്തുള്ളതിനേക്കാൾ എക്സ്ട്രാ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഇമേജ് ക്വാളിറ്റി ട്യൂൺ ചെയ്തു ഇപ്പോൾ നോക്കിക്കോട്ടെ. അപ്പോൾ ജസ്റ്റ് കളറില്ലാത്തൊന്നും വ്യത്യാസങ്ങൾ നോക്കിക്കോ. ഇത് നിങ്ങൾ ഈ സാധനം ഡൗൺലോഡ് നിങ്ങൾ ശരിക്കും കളിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ എത്രത്തോളം ഡിഫറൻസ് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ഗെയിമിൻ്റെ കാര്യങ്ങളുള്ളത്. പിന്നെ ഇതിൻ്റെ ലോക്കിലോട്ട് പറയുകയാണെങ്കിൽ ഫേസ് റെക്കഗ്നേഷൻ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആയാലും ഭയങ്കര ഫാസ്റ്റാണ്, ഫാസ്റ്റാണ്. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചു വരുമ്പോഴേക്കും കണ്ട അപ്പോഴേക്കും അതിൻ്റെ ലോക്ക് അങ്ങോട്ടേക്ക് മാറി വേണം. പിന്നെ ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിലും കൈ അടുത്തോട്ട് കൊണ്ടുപോകുന്ന അറിയുമ്പോഴേക്കും അത് അപ്പോഴേക്കും അൺലോക്ക് ആക്കണ്ട. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാനുള്ള ടൈം പോലും കിട്ടില്ല കേട്ടോ. അത്രയും പടപെടാവുന്ന സാധനം അൺലോക്ക് ആയി പോകുന്നത്. ഇപ്പോൾ ഫേസ് ആയാലും അങ്ങോട്ടേക്കായാലും അത് ഫിംഗർ തൊടേണ്ട താമസം അപ്പോഴേക്കും അൺലോക്ക് ആയെന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ
പെർഫോമൻസ് ആയാലും ഫോണിൻ്റെ സ്പീഡായാലും റീഡ് റൈറ്റ് സ്പീഡായാലും എല്ലാം ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ ഒരു 50 രൂപയ്ക്ക് മുകളിലോട്ടുള്ള ഫോൺ നോക്കണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണും മൂട്ടി മേടിക്കാൻ പറ്റുന്ന സാധനം. വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റെക്കമെൻഡേഷൻ ഒന്നും പറയില്ല. ഇപ്പോൾ ഞാൻ ആരെടുത്തെങ്കിലും ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നേരെ ഈ ഫോൺ എടുത്തോളാം. കാരണം ആവശ്യമില്ല, അത് ഒന്നുമില്ലാത്തൊരു ഫോണിന് ഒരു ബ്രാൻഡ് വാല്യൂൻ്റെ പേരിൽ മാത്രം 1 ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പകുതി ബേസിക് എല്ലാം ഇൻക്ലൂഡിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗൂഗിൾ അപ്ഡേറ്റിലോട്ട് വേണമെങ്കിൽ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 5 വർഷത്തെ അപ്ഡേറ്റും എല്ലാ സാധനവും കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അവർ ഫ്യൂച്ചറിലോട്ട് നോക്കി കണ്ടുള്ള മേടിക്കാൻ പറ്റും. നമുക്കൊരു 3 വർഷം കഴിഞ്ഞാലും ആ ടൈമിൽ ഇറങ്ങാൻ പോകുന്ന ഫോണിൻ്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണുണ്ടോ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളൊന്നും പേടിക്കണ്ട. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറിലോട്ട് വേണമെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പ് നോച്ച് പ്രൊസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 അലൈറ്റാണ് അതിനകത്തുള്ളത്. പക്ഷേ അതാണ് ഏറ്റവും ടോപ്പ് പ്രൊസസ്സർ. പിന്നെ ഡയമൻസിറ്റി 9400 ആണ്. പക്ഷേ അത് രണ്ടും ഉപയോഗിച്ച് നോക്കി ഗെയിം കളിക്കുന്നവർക്ക് മനസ്സിലാവും ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. പറയലിൽ കുറേ പേര് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് ഉപയോഗിച്ച് നിങ്ങൾ സ്വയം പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ആ പ്രൊസസ്സറും എല്ലാ സാധനം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരു പവർ പാക്ഡാണ്. പിന്നെ ഇതിനകത്ത് Q2 ചിപ്പ് വരുന്നുണ്ട്. ഗെയിമിങ്ങിനും എല്ലാ ഗ്രാഫിക്സിനായിട്ട് സെപ്പറേറ്റ് വന്ന ഒരു ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഗെയിമിംഗ് ബട്ടർ സ്മൂത്ത്, പെർഫോമൻസ് ബട്ടർ സ്മൂത്ത്, എല്ലാം ജിൽ അങ്ങനെ കൂട്ടോ. പിന്നെ അടുത്ത വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ AMOLED ഉണ്ടോ. പിന്നെ ബ്രൈറ്റ്നസ്സിലോട്ട് പറയാനാണെങ്കിൽ ബ്രൈറ്റ്നസ് നമ്മുടെ നോർമൽ ബ്രൈറ്റ്നസ് വെച്ചാൽ 1800 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സാണ് വരുന്നത്. അത് പീക്ക് ബ്രൈറ്റ്നസ് അല്ല കേട്ടോ. പക്ഷേ പീക്ക് ബ്രൈറ്റ്നസ് 4500 വരുന്നുണ്ട്. നോർമൽ ബ്രൈറ്റ്നസ് ആയിരുന്നു ഇപ്പോൾ ഇതേപോലത്തെ ഒരു കണ്ടീഷൻ, അതല്ലെങ്കിൽ സൺലൈറ്റ് അതിനൊക്കെ 1800. അത് ഇനഫ് ആൻഡ് മോറാണ്. അത് ക്ലിയർ ആയിട്ട് പക്കയായിട്ട് കാണാൻ പറ്റുന്നത്. ഒരുപാട് നമ്മുടെ കണ്ണിനെ അടിച്ച് കളയേണ്ട രീതിയിലുള്ള ബ്രൈറ്റ്നസ് അല്ല. കാരണം ഇതിനകത്ത് ഐ പ്രൊട്ടക്ഷൻ എല്ലാ സാധനം അങ്ങനെ ഐ പ്രൊട്ടക്ഷൻ അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ബ്രൈറ്റ്നസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലും അതിനും അപ്പുറത്തേക്കുള്ള ബ്രൈറ്റ്നസ് ഈ ഫോണിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ മൈനർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ അതിന് വേണ്ടി സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു ഫീച്ചർ ഞാൻ പറഞ്ഞു. പിന്നെ അതിൽ കോൾ വരാണെന്ന് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കയ്യിൽ കച്ചാറോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗറിൽ വേറെ എന്തെങ്കിലും അയക്കാണെന്ന് വയ്ക്കുക. നേരെ എടുത്ത് ചെവിട്ടിലോട്ട് വെച്ച്, അതായത് നമ്മൾ ഇവിടെ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ നേരെ എടുത്ത് ചെവിട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് കോൾ അറ്റൻഡ് ആവും. പിന്നെ കോൾ നമുക്ക് കട്ടാക്കണമെങ്കിൽ കൈ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒരു ജസ്റ്ററാണ് ചെയ്യുക. അപ്പോൾ തന്നെ കോൾ കട്ടായി പോയിക്കോളും. അങ്ങനെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കോളിൻ്റെ ഫീച്ചർ ജസ്റ്റ് കാണിച്ചു തരട്ടെ. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ പിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ അല്ലെങ്കിൽ സ്ക്രീൻ വേറെ സൈഡിലോട്ട് പോയി കിടക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോൾ വന്നിട്ട് അപ്പോൾ അത് നേരെ ഒന്നും ചെയ്യണ്ട, നേരെ എടുത്ത് ഇങ്ങനെ ചെവിട്ടിലോട്ട് വെച്ച് കണ്ട ഓട്ടോമാറ്റിക്കലി കോൾ അറ്റൻഡ് ആയി. ഇപ്പോൾ ഞാൻ തൊട്ടിട്ടില്ല, കോൾ അറ്റൻഡ് ആയി. പിന്നെ അതിൽ തന്നെ ഇങ്ങനെ കോൾ കട്ട് ചെയ്യണമെങ്കിലും ഇങ്ങനെ ഒരു ജസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ കോൾ തന്നെ കട്ടായി. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അത് പിന്നെ വേറെ സംബന്ധിച്ച് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന ഫോണിനകത്ത് ഒരു എന്താ പറയുക ഒരു വാട്ടർ റെസിസ്റ്റൻറ്റിൽ കഴിഞ്ഞ ഒരു 12 വരെ എത്തുമ്പോൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻസ് സം ഡ്രോപ്സൊക്കെ വീണാലും കുഴപ്പമില്ല എന്ന് മാത്രമല്ല അങ്ങനത്തെ ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ ഇതും കവർ ചെയ്യുന്നുണ്ട്. അതായത് IP16 ആണ്. അത് വെള്ളത്തിൽ വേണാലും വെള്ളം കയറിപ്പോയാലും എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. അത് വെള്ളം കയറില്ല ഇൻ കേസ് കയറി കഴിഞ്ഞാൽ. പിന്നെ വേറെ എല്ലാവരും കുറേ പേര് കംപ്ലയിൻറ്റ് പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ഈ സൈഡിലോട്ട് മറ്റേ എന്താ പേപ്പറൊക്കെ ഇട്ടിട്ട് കയറ്റാൻ പറ്റുന്നത്. ഇത് നോക്കട്ടോ പക്ക ഉണ്ടോ, ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ചിലപ്പോൾ വല്ല മാനുഫാക്ചർ ചെയ്തപ്പോൾ വലിയ ഡിഫോൾട്ടും അങ്ങനെ പറ്റിയിട്ടുണ്ടാവും. വല്ല എന്തെങ്കിലും ചെറിയ മനുവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ. പക്ഷേ അത് പിന്നെ അവർ പിന്നീട് ഇറങ്ങിയ സ്റ്റോക്കുകൾ അവർ പരിഹരിച്ചായിരിക്കും. പക്ഷേ ഇതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ക. കാരണം ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ എന്തായാലും അത് നോക്കാണ്ടിരിക്കില്ല. അപ്പോൾ അതങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തല്ലോ. അങ്ങനെ ഇല്ല അതിനോട്ട്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ചാർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കയാണ്, അത് അതേപോലെ കയറും. പിന്നെ എന്താ പറയുക 12 സെയിമും ചാർജിങ് ടൈം സെയിം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാറ്ററി കൂടുതലുണ്ട്. അപ്പോൾ അത്രയും ടൈം എക്സ്ട്രാ എടുക്കുമല്ലോ. പക്ഷേ നല്ല പക്കയാണ്. പിന്നെ അത് ബൈപ്പാസ് ചാർജിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ സംഭവം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് അങ്ങനെ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്ന ലൈവ് സ്ട്രീം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും എല്ലാം പാക്ഡ് ആട്ടോ, ഓൾ റൗണ്ടർ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്യാമറ സെഗ്മെൻറ്റിലുണ്ട്. ക്യാമറ എല്ലാവരും കുറച്ചിട്ട് അത്യാവശ്യം വലിയ സെറ്റപ്പ് ഇല്ല എന്ന് പറയേണ്ടത്, എന്നാലും കാണിച്ചു തരാം. നിങ്ങൾ തന്നെ തീരുമാനിക്കുക എത്ര രസമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പക്ക ഒരു സെൽഫി ക്യാമറ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാമറയിലേക്ക് കേട്ടോ. ഏകദേശം അപ്പോൾ ഇതാണ് നമ്മുടെ IQ13 എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിനകത്ത് എത്രത്തോളം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ കളർ ഷെയ്ഡിങ് എങ്ങനെയൊക്കെയാണ് അതൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല പക്കയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ എന്നുള്ള കാര്യം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അവർ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫോട്ടോകളിൽ കാണിക്കുന്ന ഫോട്ടോകളിൽ കാണാം നല്ല അടിപൊളിയായിട്ട് സംഭവം വന്നിട്ട്. ഇതിനകത്ത് പോർട്രേറ്റ് ആയാലും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളിയായിട്ടോ, ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല പ്രിറ്റി ഡീസൻ്റ് ആയിട്ടൊരു ക്യാമറ പെർഫോമൻസ് നമ്മുടെ ഫോണിൽ കേട്ടോ. നമ്മുടെ സെൽഫി ക്യാമറയിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ സെൽഫി ക്യാമറ അത്ര സെറ്റില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. അത്യാവശ്യം പ്രിറ്റി ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ഉള്ളൂ. അത്യാവശ്യം ഒരുപാട് കളർ ഷെയ്ഡിംഗ് ഒന്നും കൊടുത്തില്ല, നാച്ചുറൽ ടോണാണ്. ഒരു വേണമെങ്കിൽ നമുക്ക് കളറൊക്കെ മാറ്റിയിടാനും തിരിച്ചിടാനുള്ള കിട്ടും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 8K 30 FPS കേട്ടോ. പക്കാ സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. ഇവിടേക്ക് പോയിക്കോ, അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. 8K വിഷ്വൽസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ, അടിപൊളി സാധനം. ഏകദേശം നമ്മുടെ വണ്ടിയിലുണ്ടാവും. വണ്ടിയിൽ നമ്മളിപ്പോൾ എത്രയാ 4K 60 FPS കിട്ടുന്നുണ്ട്. അപ്പോൾ എത്രയോ സ്മൂത്താണ് സ്റ്റേബിലൈസേഷൻ. പിന്നെ പറയേണ്ട സൗണ്ട്, വിൻഡ് ബ്ലോയിങ് ഉള്ളതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആണോ എന്നെല്ലാം നോക്കിക്കോട്ടോ. അപ്പോൾ ഇതാണ് ഒരു വണ്ടിയിൽ പോകുമ്പോഴുള്ള വീട്. അതായത് ഇതിൻ്റെ സറൗണ്ടിങ്ങിൽ ഫുള്ളി നോയ്സ് ആക്കിയുമ്പോഴുള്ള ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇത് കണ്ട് തീരുമാനിക്കാം.
ബാക്കിൽ നല്ല പച്ചപ്പ് നിറച്ച് തരും കേട്ടോ, നല്ല അടിപൊളി കേട്ടോ. ബാക്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, പക്കാ സാധനം കേട്ടോ, അടിപൊളി. കളറൊക്കെ വാരി കയറി തൂക്കണം കേട്ടോ, കുറച്ച് എക്സ്ട്രാ കോൺട്രാസ്റ്റും സാധനമൊക്കെ ആഡ് ചെയ്യണം കേട്ടോ, അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ബാക്കിനകത്തുള്ള മറ്റേ ഡൈനാമിക് ലൈറ്റിൻ്റെ ഇഫക്റ്റിൽ കേട്ടോ. പല പല മോഡ്സ് ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ മാറ്റി ഇങ്ങനെ പല കളറായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിൽ ഈ സംഭവം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, നല്ല അടിപൊളി കേട്ടോ, പക്കയാണ്. ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നല്ല ജില്ലായിട്ട് ഇവിടെ നല്ല നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് പല ലൈറ്റ് ഇങ്ങനെ മാറി മാറി നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്ത് വയ്ക്കാം. മെയിൻലി ഗെയിമിങ് സമയത്ത് ഇതായിരിക്കും വേണം നമ്മൾ, അടിപൊളി കേട്ടോ. രാത്രി ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്ലാഷ് പോലെ ഇങ്ങനെ ആക്കിയൊരു DRL പോലെ അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഫോണിൻ്റെ വിശേഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണോ വാല്യൂ ഫോർ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയില്ല, കണ്ണും പൊട്ടി. അപ്പോൾ ഇതിന് മുമ്പ് ഗോപ്രൊക്കെ റിവ്യൂ ചെയ്ത സമയത്ത് ചോദിക്കണത് വാല്യൂ ഫോർ മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും. പക്ഷേ ഇതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപയും വാല്യൂബിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രൂപയും വാല്യൂ ഫോർ മണിയാണ്. ഒറ്റ പൈസ ഇതിനകത്ത് വേസ്റ്റ് ആയിട്ടില്ല, എല്ലാ സാധനങ്ങളും പക്ക. പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, ഗെയിമിങ്, ഫ്രെയിം റേറ്റ്, ഡിസ്പ്ലേ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റത്തെ 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് ഈ പ്രൈസ് റേഞ്ചിനകത്ത്. ഫേസ് റെക്കഗ്നിഷൻ ഒക്കെ ആണെങ്കിൽ ചുമ്മാ അടുത്തേക്ക് ഒന്ന് തിരിക്കി വയ്ക്കും, സ്ക്രീൻ ലോക്ക് മാറും. അപ്പോൾ അത്രയും ഫാസ്റ്റാണ്. അപ്പോൾ ഈ സാധനം മേടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക നിങ്ങളുടെ ഇത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഐഫോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണോ കളിക്കാൻ പറ്റും, ഒന്നും നോക്കണ്ട, നേരെ പോയി IQ 13 എടുക്കട്ടോ. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ഇല്ല. കാരണം ഞാനും പേഴ്സണലി ഒരു IQ യൂസറാണ്. IQ 10R ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് മുമ്പ്. അപ്പോൾ അതുമാത്രമല്ല അതിനേക്കാളും മുമ്പ് ഫസ്റ്റ് മറ്റേ IQ 7 ഇറങ്ങിയ സമയത്ത് അതും യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്ത് വെച്ചിട്ട് ഒരു 3.5 വർഷമായപ്പോഴും അപ്പോഴും അതിൻ്റെ പെർഫോമൻസ് അത് യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതായത് അന്ന് മേടിച്ചെന്ന് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു ഒരു 3 വർഷം ശേഷം. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഫോൺ തന്നെ മേടിച്ചോ. വാല്യൂ ഫോർ മണിയാണ്, പക്ക വാല്യൂ ഫോർ മണിയാണ് ഫോൺ. പിന്നെ ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാം, മോസ്റ്റ്ലി ഓൺലൈനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ആരും ഇത് ഷോപ്പിലോട്ട് അധികം എടുക്കലില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് അത്രയും ബാക്കിയുള്ള ഫോണിൻ്റെ സെയിൽസ് വരെ അത്രയും ഇൻകമൊന്നും പ്രോഫിറ്റൊന്നും ഇതിനകത്തില്ല എന്നുള്ളൂ. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തുള്ള ഒരു എറണാകുളത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഒരു ഗൾഫ് ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഡേ തന്നെ സാധനം റെഡിയാക്കി കിട്ടും. ഇപ്പോൾ തന്നെ ഓൾറെഡി അവരിൽ സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് മേടിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ ഷോപ്പുണ്ട്. നിങ്ങൾക്ക് അഡ്രസ്സും ഡീറ്റെയിൽസും വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത്രയും കാണാനുള്ള. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം. ബൈ.